ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം പരിഭാഷ ഭാഗം 7 ആണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ആ ഭാഗങ്ങൾ കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പരിഭാഷയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഔദ്യോഗിക ഭാഷയിലെ ചില വാക്കുകളുടെ പരിഭാഷയാണ്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാംസ് പരിശോധിക്കുമ്പോൾ അതിൽ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് സബ്മിഷൻ. സബ്മിഷൻ സബ്മിഷന്റെ പരിഭാഷയാണ് സമർപ്പണം. സബ്മിഷൻ എന്നാൽ സമർപ്പണം. ടേക്ക് ഓവർ. ടേക്ക് ഓവർ ടേക്ക് ഓവർ എന്താണ്? ഏറ്റെടുക്കുക. ഏതെങ്കിലും ഒരു സംരംഭം ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുക്കുക, അതിനെയാണ് ടേക്ക് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേക്ക് ഓവർ എന്നാൽ ഏറ്റെടുക്കുക. ഇത് ഇംഗ്ലീഷിലും ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തതായി സീറോ അവർ. സീറോ അവർ എന്താണ്? ശൂന്യവേള. സീറോ അവർ ശൂന്യവേള. പാസ്ഡ് എവേ. പാസ്ഡ് എവേ എന്നാൽ എന്താണ്? മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുക, അതിനെയാണ് പാസ്ഡ് എവേ എന്ന് പറയുന്നത്. പുട്ട് ഓഫ്. പുട്ട് ഓഫ് നീട്ടിവയ്ക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്സിൽ കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് പുട്ട് ഓഫ്. പുട്ട് ഓഫിനെ നമ്മൾ പോസ്റ്റ്പോൺ എന്നാണ് അവിടെ പഠിക്കുന്ന ഫ്രേസൽ വെർബ്, അതായത് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പിന്നത്തേക്ക് നീട്ടിവെക്കുക. അപ്പോ പുട്ട് ഓഫ് എന്താണ്? നീട്ടിവെക്കുക. അഫിഡവിറ്റ്. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണല്ലേ അഫിഡവിറ്റ്. അഫിഡവിറ്റ് എന്താണ്? സത്യവാങ്മൂലം. സത്യവാങ്മൂലത്തിനെയാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അരിയർ എന്താണ്? അരിയർ. അരിയർ എന്നാൽ കുടിശ്ശിക. അരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിശ്ശിക. അസസ്മെന്റ്. അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നിർണയം. അസസ്മെന്റ് നിർണയം. ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്താണ്? ബദൽ. ഓൾട്ടർനേറ്റീവ് എന്നാൽ ബദൽ അല്ലെങ്കിൽ ഒന്നിന് പകരം കൊണ്ടുവരുന്നതിനെയാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ആക്ഷൻ അല്ല, ഓപ്ഷൻ. AUCTION ആണ് ഓപ്ഷൻ. ഓപ്ഷൻ എന്നാൽ എന്താണ്? ലേലം. ഓപ്ഷൻ ലേലം. ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ് എന്താണ്? രൂപരേഖ. ബ്ലൂ പ്രിന്റ് ആണ് രൂപരേഖ. നമ്മൾ വീടിന്റെ ഒക്കെ ബ്ലൂ പ്രിന്റ് എന്ന് പറയും അല്ലെ, അതായത് വീടിന്റെ ഒരു രൂപരേഖ. കാഷ്വൽ ലീവ്. കാഷ്വൽ ലീവ് എന്താണ്? ആകസ്മിക അവധി. കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എന്താണ്? രഹസ്യമായ. രഹസ്യമായ കാര്യങ്ങളാണ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ മാറ്റർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പൊ കോൺഫിഡൻഷ്യൽ എന്താണ്? രഹസ്യമായ. ചാർജ് മെമ്മോ. ചാർജ് മെമ്മോ എന്നാൽ എന്താണ്? കുറ്റപത്രം. നമ്മൾ പറയത്തില്ലേ കുറ്റപത്രം സമർപ്പിക്കുന്നു, ചാർജ് മെമ്മോ. ചാർജ് മെമ്മോ എന്താണ്? കുറ്റപത്രം. കാരിക്കേച്ചർ. കാരിക്കേച്ചർ. കാരിക്കേച്ചർ എന്താണ്? തൂലികാ ചിത്രം. തൂലികാ ചിത്രത്തിനെയാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഡെപ്യൂട്ടേഷൻ. ഡെപ്യൂട്ടേഷൻ. ഡെപ്യൂട്ടേഷൻ എന്നാൽ എന്താണ്? അന്യത്ര സേവനം. അന്യത്ര സേവനത്തിനെയാണ് നമ്മൾ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഡിയർനെസ് അലവൻസ്. നമ്മൾ കോമൺ ആയിട്ട് DA എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലേ. ഗവൺമെന്റിൽ സാലറി കിട്ടുമ്പോൾ DA TA എന്നൊക്കെ പറയും. അപ്പോ DA അഥവാ ഡിയർനെസ് അലവൻസ് എന്നാൽ എന്താണ്? ക്ഷാമബദ്ധ. ക്ഷാമബദ്ധയാണ് ഡിയർനെസ് അലവൻസ്. അടുത്ത വാക്കാണ് ഡെസ്പാച്ച്. ഡെസ്പാച്ച്. ഡെസ്പാച്ച് എന്നാൽ എന്താണ്? അയക്കുക. നമ്മൾ കൊറിയർ സർവീസിലൊക്കെ പറയൂലേ ഡെസ്പാച്ച് എന്ന്. ലെറ്റേഴ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസ്പാച്ച് എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഡെലിഗേറ്റ്. എന്താണ്? ഡെലിഗേറ്റ്. ഡെലിഗേറ്റിന് രണ്ട് രീതിയിൽ നമുക്ക് മീനിങ് പറയാം. അതായത് ഡെലിഗേറ്റ് ഒരു നാമമായിട്ട് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെലിഗേറ്റിന്റെ അർത്ഥം പ്രതിനിധി എന്ന് നമുക്ക് പറയാം. പ്രതിനിധി. ഡെലിഗേറ്റ് പ്രതിനിധി. ഇനി ഡെലിഗേറ്റ് വെർബിന്റെ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? നിയോഗിക്കുക എന്ന് പറയാം. ഡെലിഗേറ്റഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ, അതായത് വെർബ് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മീനിങ് നിയോഗിക്കുക എന്ന് വരും. അപ്പോൾ ഡെലിഗേറ്റ് നൗൺ ആണെങ്കിൽ പ്രതിനിധിയും വെർബ് ആണെങ്കിൽ നിയോഗിക്കുക എന്നും അർത്ഥമുണ്ട്. ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റ് എന്നാൽ എന്താണ്? നക്കൽ അല്ലെങ്കിൽ കരട് രേഖ എന്ന് നമ്മൾ പറയല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയാലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നക്കൽ അല്ലെങ്കിൽ കരട് രേഖ. അടുത്ത വാക്കാണ് ഡൈ ഇൻ ഹാർനസ്. ഡൈ ഇൻ ഹാർനസ്. ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനത്തിലിരിക്കെ മരിക്കുക. സേവനത്തിലിരിക്കെ മരിക്കുന്നതിനെയാണ് ഡൈ ഇൻ ഹാർനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻക്ലോഷർ. എൻക്ലോഷർ. എൻക്ലോഷർ എന്നാൽ എന്താണ്? ഉള്ളടക്കം. എൻക്ലോഷർ ഉള്ളടക്കം. എക്സ്പോസ് ഫാക്ടോ. എക്സ്പോസ്റ്റ് ഫാക്ടോ. എക്സ്പോസ് ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകാല പ്രാബല്യം. മുൻകാല പ്രാബല്യം. മുൻകാല പ്രാബല്യത്തോടു കൂടി എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനെയാ എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെയർ കോപ്പി. ഫെയർ കോപ്പി. ഫെയർ കോപ്പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പതിപ്പ് അല്ലെങ്കിൽ അസൽ പകർപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെയർ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർജ്ഡ് സിഗ്നേച്ചർ.
ഫോർജ്ഡ് സിഗ്നേച്ചർ എന്താണ്? വ്യാജ ഒപ്പ്. സിഗ്നേച്ചർ എന്നാൽ ഒപ്പാണെന്ന് അറിയാം അല്ലേ? ഫോർജ്ഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ വ്യാജ ഒപ്പ്. ഫ്രാക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഭിന്നസംഖ്യ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നസംഖ്യ.